അപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് കൊറോണ കോവിഡ് കേസുകൾ കാണുകയും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ദീപു അബ്രഹാം, ഞാനൊരു കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ നിയോനറ്റോളജിസ്റ്റ്, ദുബായിൽ സുലേഖ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഞങ്ങൾ കേസുകളുടെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുകയും അവയെ റെഗുലറായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു പീഡിയാട്രീഷ്യൻ എന്ന നിലയിൽ വരുന്ന കേസുകളുടെ നമ്പേഴ്സ് കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്. അതുകൂടാണ്ട് ഞങ്ങൾ റെഗുലറായിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ട്. അഡൾട്ട് ICUമായി വർക്ക് ചെയ്യുന്ന റെഗുലറായിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൊളീഗ്സ് UK-ലും US-ലുള്ള കൊളീഗ്സ് അവർ ഒരുപാട് നമ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് കോൺടാക്റ്റിലുണ്ട്. അപ്പം ഇത്രയുമുള്ള എക്സ്പീരിയൻസുകളും ഡിസ്കഷൻസും ഇതുവരെയുള്ള ഇൻഫർമേഷനുകളും വെച്ചുകൊണ്ട് വളരെ ബ്രീഫായിട്ട് കൊറോണയെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളതനുസരിച്ചിട്ട് ബാക്കി നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ അറിയണം ആരെയാണ് നമ്മൾ നേരിടുന്നത്. എന്താണ് കോവിഡ്? നമ്മൾ ആ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. എന്താണ് അത് സ്റ്റാൻഡ് ചെയ്യുന്നത്? COVID. CO എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ, VI വൈറസ്, D ഡിസീസ്, 2019. അങ്ങനെയാണ് WHO വൈറസിന് ആ ഒരു പർട്ടിക്കുലർ പേര് കൊടുത്തത്. നമ്മൾ മറ്റൊരു പേര് കേൾക്കുന്നത് SARS COVID-2 വൈറസ്, അങ്ങനെയും കാണാറുണ്ട്. എന്താണ് ആ പേരിൻ്റെ സിഗ്നിഫിക്കൻസ്? സാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും, ഒരു 2002-2003 കാലഘട്ടത്തിൽ വന്നൊരു എപ്പിഡമിക് ആയിരുന്നു. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞുള്ളൊരു വൈറസ്, വളരെ സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയയും അതിനെ തുടർന്നുള്ള ഇൻഫെക്ഷനുകൾ കൊണ്ടുവന്ന ഒരു എപ്പിഡമിക് 2002-2003 പീരീഡിൽ വന്നത്. അതും ഒരു കൊറോണ വൈറസ് ആയിരുന്നു. അത് ബാറ്റിൽ നിന്നും വന്ന ഒരു വൈറസ് ആയിരുന്നു. ആ പർട്ടിക്കുലർ വൈറസിനോട് വളരെ സിമിലർ ആണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന COVID-19. അതുകൊണ്ടാണ് SARS-CoV-2 വൈറസ് എന്ന് ഈ പർട്ടിക്കുലർ വൈറസ് നമ്മൾ വിളിക്കുന്നത്. ഇതുകൂടാതെ നോവൽ കൊറോണ വൈറസ്, അതായത് വളരെ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു കൊറോണ വൈറസ്. കാരണം കൊറോണ വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് മുമ്പേ നമ്മൾക്ക് എല്ലാവരുടെയും ഇടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു വൈറസാണ്. നമുക്ക് ജലദോഷം അല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒട്ടനവധി വൈറസുകളിൽ ഒരു വൈറസ് മാത്രമാണ് കൊറോണ. പക്ഷേ അതിൽ നിന്നും, ആ ഒരു ടിപ്പിക്കൽ കൊറോണ വൈറസിൽ നിന്നും മാറി, ജനറ്റിക്കലായിട്ട് മാറി, ഫീച്ചേഴ്സുള്ള മാറി വരുന്ന ഒരു പർട്ടിക്കുലർ വൈറസാണ് COVID-19. അത് ബാറ്റിൽ നിന്നാവാം ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ മറ്റ് കൺസ്പിറസി തിയറീസ് പോലെ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ നിന്നാവും ഉത്ഭവിച്ചത്. അത് ആ ഒരു കോൺട്രവേഴ്സി ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മുടെ സ്കോപ്പിലുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊറോണ അല്ലെങ്കിൽ COVID-19 ഒരു ഹോൾ വേൾഡ് ഇത്രയ്ക്കും ഒരു ഭീതിയോടും അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ഗ്രാവിറ്റാജ് കൊടുത്ത് കാണുന്നത്? ഇത്രയും കൊടുക്കാനുള്ള കാര്യം എന്താണ്? ഇപ്പം സോഫാർ ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 56 ലക്ഷം 5.6 മില്യൺ പീപ്പിൾ പോസിറ്റീവായി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ ഒരു 3.5 ലാക്സോളം രോഗികൾ മരണപ്പെട്ടു കോവിഡ് കൊണ്ട്. ആ ഒരു ഷിയർ നമ്പറാണ് ഇതിനെ ഇത്രയും പേടിപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുന്നത്. പക്ഷെ ഇത് ഒരു പേടിക്കേണ്ട അസുഖമല്ല. എന്താണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് കിടക്കാം. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതുകൊണ്ടാണ്. ഇത്രയും റാപ്പിഡായി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസ്, അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും റാപ്പിഡായി സ്പ്രെഡ് ചെയ്യുന്നത്? മറ്റനവധി വൈറസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ സാർസ് വൈറസ്, അതും ഉണ്ടാക്കിയിരുന്നു എപ്പിഡമിക്. പക്ഷേ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിരുന്നില്ല. എന്തുകൊണ്ടാണ് ഒരേ ടൈപ്പ് കൊറോണ വൈറസ് ആയിട്ട് കൂടി ഇത് ഇത്ര പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ വൈറൽ ലോഡ് ഇൻ നോസ്, നേസോഫാരിങ്സ്, ത്രോട്ട്. അതായത് ഒരു വൈറൽ അസുഖം വന്നു കഴിയുമ്പം അസുഖത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് വൈറസുകൾ ഏറ്റവും കൂടുതൽ മൂക്കിലും ത്രോട്ടിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. അതങ്ങനെയാണ് ഉള്ള പേഷ്യൻ്റ് അടുത്തയാൾക്ക് കൊടുക്കുന്നത്.
കൊറോണയിൽ അത് സംഭവിക്കുന്നത് വളരെ ഏർലിയാണ്. അതായത് സിംറ്റംസ് തുടങ്ങിയ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ആ സമയത്ത് തന്നെ വൈറൽ ലോഡ് അതിൻ്റെ പീക്കിലെത്തുന്നു, നോസിലും ത്രോട്ടിലും. അതിനേക്കാളും ഭയാനകം ഒട്ടും സിംറ്റംസ് ഇല്ലാത്ത, കംപ്ലീറ്റ്ലി എസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇതേ പീക്ക് വൈറൽ ലോഡ് കാണുന്നു. അതുകൊണ്ടാണ് കൊറോണ ഇത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അതേസമയം സാർസ് ആയിരുന്നെങ്കിൽ ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ഫസ്റ്റ് വീക്കിലായിരുന്നു ഈ പീക്ക് വൈറൽ ലോഡ് വന്നിരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് രോഗിക്ക് ഒരുപാട് സിംറ്റംസ് വരികയും ഒന്നെങ്കിൽ അഡ്മിറ്റഡ് ആവുകയോ അല്ലെങ്കിൽ ഐസൊലേഷനിലാവുകയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻഫെക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അതിൽ മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതായിരുന്നു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ, കമ്പയർ ടു സാർസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2002 കമ്പയർ ചെയ്താൽ ഇപ്പോൾ ഉള്ള നമ്മുടെ കണക്ടിവിറ്റി വളരെ വളരെ ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ ഒരു ഫ്യൂ മന്ത്സ് പീരീഡ് ബിറ്റ്വീൻ ചൈന ടു US മാത്രം 4.3 lakhs ആൾക്കാരാണ് ഫ്ലൈറ്റ് വഴി ട്രാവൽ ചെയ്തത്. അപ്പോൾ കണക്ടിവിറ്റി വളരെ ഹൈ ആണ്. അഗെയിൻ വിൽ ഫ്യൂവൽ ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പം ഇതാണ് അതിൻ്റെ ക്രൂഷ്യൽ ഫാക്ടർ. എന്തുകൊണ്ടാണ് ഈ വൈറസ് അത്ര തന്നെ ഒരു സീരിയസ് വൈറസ് അല്ലെങ്കിലും, കാരണം ഇതിനെ ഒരു ഡെഡ്ലി വൈറസ് അല്ല എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ 98% ആൾക്കാരും രക്ഷപ്പെടും, കുഴപ്പമില്ല, ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അവർ കടന്നു പോകും. ആകെ ഒരു 2% ആൾക്കാർക്ക്, അത് ഓരോ കൺട്രി അനുസരിച്ച് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ്സിന് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഒരു 0.8 to 3% വരെ ആണ് മോർട്ടാലിറ്റി, കോമൺ ആയിട്ട് കാണുന്ന മോർട്ടാലിറ്റി റേറ്റ് വരുന്നുള്ളൂ. ബാക്കി ആൾക്കാർ മുഴുവൻ രക്ഷപ്പെടും. എന്നിട്ടും അത് ഇത്രയും ഹൈ നമ്പേഴ്സ് ഉണ്ടാക്കാനുള്ള കാര്യം അതാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്? അതായത് ഒരു ആൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞ് സിംറ്റംസ് വരാനുള്ള ഗ്യാപ്പ് എത്രയാണ്? അത് 2 to 14 days ആണ്. 2 മുതൽ 14 ദിവസം വരെ. അതാണ് ഈ ക്വാറന്റൈനിന് നമ്മൾ 14 days എന്നുള്ളൊരു കണക്ക് വെക്കാനുള്ള ബേസിസ്. അപ്പോൾ ഒരു ആൾക്ക് വൈറസ് കിട്ടിയാൽ 14 days വരെ എടുക്കാം സിംറ്റംസ് പുറത്തു വരാൻ വേണ്ടിയിട്ട്. 14 days ആയിട്ടും സിംറ്റംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി അൺലൈക്ലി ദാറ്റ് കൊറോണ. പക്ഷെ അവിടെയും മറ്റേ ക്യാച്ച് പോയിന്റ് ഉണ്ട്. സിംറ്റമാറ്റിക് അല്ലാണ്ട് പോസിറ്റീവ് ആകാവുന്ന ആൾക്കാരുണ്ട്. അത് പക്ഷെ നമുക്ക് മാറ്റിവെക്കുക നിവൃത്തിയുള്ളൂ. അതാണ് സ്റ്റാൻഡേർഡ് ഇൻക്യുബേഷൻ പീരീഡ് ഫോർ കൊറോണ. എങ്ങനെയാണ് കൊറോണ സ്പ്രെഡ് ചെയ്യുന്നത്? അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി നിങ്ങൾ ഒരുപാട് മീഡിയയിലുള്ള പ്രൊപ്പഗാൻഡയും എല്ലാം കണ്ടു കാണും. ഒരുവിധം എല്ലാവർക്കും അത് വളരെ ക്ലിയർ ആയിരിക്കും. എങ്കിലും ഞങ്ങളുടെ ബ്രീഫായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കോവിഡ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഞാനൊന്ന് സ്നീസ് ചെയ്യുന്നു, പെട്ടെന്ന് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് കവർ ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് എയറോസോൾസ്, അതായത് ഡ്രോപ്ലെറ്റ്സ്, ഈ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അത് അപ് ടു 6 feet വരെ പോകാമെന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് ദ ഇതനുസരിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് 1 meter വരെയെങ്കിലും പോകാൻ എന്തായാലും. അപ്പോൾ ഈ എൻ്റെ ചുറ്റുമുള്ള സർഫസുകളിലെല്ലാം ഡ്രോപ്ലെറ്റ്സ് വന്നിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ കീബോർഡിൽ, ഈ മോണിറ്ററിൽ, എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഫോണിൽ, ഇവിടെ എല്ലാം ഡ്രോപ്ലെറ്റ്സ് വന്നു. ഞാൻ കൈ പാർഷ്യലി കവർ ചെയ്തു, കയ്യിൽ വന്നു. ഇത്രയും പോയിന്റുകളിൽ വരും. ഞാനൊരു ഹാഫ് ആൻ അവർ ഇവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് പോകുന്നു. എൻ്റെ മകൻ വരുന്നു, ഇതേ മൊബൈൽ ഫോൺ എടുത്ത് ആൾ സ്ക്രീനിൽ തൊടുന്നു, ഫോൺ തിരിച്ചു വെക്കുന്നു, നടന്നു പോകുന്ന വഴിക്ക് നോസ് റബ്ബ് ചെയ്യുന്നു, വൈറസ് കണ്ടാമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് വൈറസ് ഏത് സർഫസിലാണോ ഇരിക്കുന്നത് അതനുസരിച്ച് അത് എത്രത്തോളം എത്ര നാൾ നിൽക്കും എന്നുള്ളത് അതനുസരിച്ചിരിക്കും. അതായത് പേപ്പർ, പ്ലാസ്റ്റിക്സ് അങ്ങനെയുള്ളതാണ് ഏറ്റവും കൂടുതൽ ടൈം നിൽക്കുന്നത്. അപ് ടു 3 days വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഇപ്പോഴും CDC ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് ഫാക്ടറല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർഫസുകളിൽ ഇരിക്കാം. അപ്പം ഏത് പൊട്ടൻഷ്യൽ സർഫസും ഒരു പോസിബിൾ ഏരിയ ഓഫ് കണ്ടാമിനേഷനാണ്. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് എയർബോൺ ആണോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അതായത് എയർബോൺ ആണെങ്കിൽ സ്പ്രെഡ് വളരെ ഡിഫിക്കൽട്ടാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് എയർബോൺ അല്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള കൺക്ലൂഷൻ. അതായത് അത് കൂടുതലും എയർബോണിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് കൂടുതലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ICUവിൽ അല്ലെങ്കിൽ വാർഡിൽ വെച്ചിട്ട്
ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നെബുലൈസേഷൻ നമ്മൾ മെഡിസിൻ ശക്തിയായിട്ട് കൊടുക്കുന്നു മൂക്കിൽ കൂടെ. അങ്ങനെ വരുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന എയറോസോൾസ് എയറിൽ കൂടുതൽ സമയം കൂടുതൽ കോൺസെൻട്രേഷനിൽ നിൽക്കും. അത് അപ് ടു 2 hours 3 hours വരെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സർക്കംസ്റ്റൻസിൽ കുറച്ച് കഴിഞ്ഞിട്ടും ആ എയറിൽ ശ്വസിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആവാനുള്ള റിസ്ക് ഉള്ളത്. അതുകൊണ്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽ അത്രയ്ക്ക് എക്സ്പോഷർ ഉള്ളവർ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ലാതെ എയർബോൺ എന്നുള്ളൊരു ഇത് നമുക്ക് മാറ്റി നിർത്താം. അത് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ സ്പ്രെഡിൻ്റെയും സിംറ്റംസിൻ്റെയും കാര്യം ഇത് പറഞ്ഞു. ഇനി നമുക്ക് സിംറ്റംസിലോട്ട് കിടക്കാം. എന്താണ് സിംറ്റംസ്, എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? കൊറോണ പോസിറ്റീവ് ആയിരിക്കുന്ന ഒരാളിൽ നമ്മൾ എന്ത് സിംറ്റംസ് എക്സ്പെക്ട് ചെയ്യണം? ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ വരുന്ന ഒരു പേഷ്യൻറ്റിൽ നിന്നും നമുക്ക് കൊറോണ ബാധിച്ച ഒരു പേഷ്യൻറ്റിൽ നിന്ന് സിംറ്റംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം സിംറ്റംസ് ഓൾമോസ്റ്റ് ടിപ്പിക്കലാണ്. അതായത് റണ്ണി നോസ്, സോർ ത്രോട്ട്, കോഫ്, സിവിയർ ആയിട്ടുള്ള ബോഡി പെയിൻ, ടയർഡ്നെസ്, പുതുതായിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ലോസ് ഓഫ് സെൻസ്, സ്മെൽ, ടേസ്റ്റ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ലൂസ് ചെയ്യുക. അപ്പം ഈ സിംറ്റംസ് നമുക്കൊരു സാധാരണ ഫ്ലൂവിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് കൂടാതെ ചിലപ്പോൾ അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ഡയറിയ ആ സെറ്റ് ഓഫ് സിംറ്റംസ് ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പം സിംറ്റംസിനെ കുറിച്ച് പറയുമ്പം ജനറലായിട്ട് നമ്മൾ പറയുന്നത് ഒരു 3 കാറ്റഗറി ഓഫ് ലെവൽ ഓഫ് സിംറ്റംസ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സിംറ്റംസ് എല്ലാം മൈൽഡ് ഗ്രൂപ്പിൽ വരുന്നത്. മൈൽഡ് ഗ്രൂപ്പ്, കാരണം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളുടെ സിംറ്റംസ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഫർദർ ട്രീറ്റ്മെൻറ്റും നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതും തീരുമാനിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ അതാണ്. അപ്പം ഈ പറഞ്ഞ സെറ്റാണ് മൈൽഡ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്. മൈൽഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് സിംറ്റംസ് ആണ്. മോഡറേറ്റ് സിംറ്റംസിലാണ് വരുന്നത് ശ്വാസം മുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നു, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു, ചെറുതായിട്ട് ചെസ്റ്റ് പെയിൻ, ഇന്റർമീഡിയൻ്റ് ആയിട്ടൊരു ടൈറ്റ്നസ്, ചെസ്റ്റ് പെയിൻ അങ്ങനെ ഫീൽ ചെയ്യുന്നു, ഒരു എന്താണ് പറയുക, ഒരു കുറച്ചുകൂടി ഡ്രൗസി ആവുന്നു, ലതാർജിക് ആവുന്നു, അങ്ങനെ വരുന്നതാണ് മോഡറേറ്റ് സിംറ്റംസ്. പിന്നെ മൂന്നാമത് റെയറായിട്ട് സിവിയർ സിംറ്റംസ്. അത് നല്ല ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടലുണ്ട്, നല്ല ശ്വാസം മുട്ടലുണ്ട്, ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സ്റ്റേജിലാണ് ICU ഇൻറ്റൻസീവ് കെയർ എന്നുള്ളത് വരുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബേസിക് ഓരോ ഹ്യൂമൻ നേച്ചർ നമ്മൾ വേഴ്സ്റ്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. വേഴ്സ്റ്റിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 98% ആൾക്കാരിലും അല്ലെങ്കിൽ ഈ സിവിയർ സിംറ്റംസ് വരുന്നില്ല. ഒരു 80% ആൾക്കാരിലും മൈൽഡ് സിംറ്റംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 80% ആൾക്കാരും മൈൽഡ് സിംറ്റംസ് വന്ന് സിംറ്റംസ് പതുക്കെ മാറിപ്പോകും. അത്രയും ഉണ്ടാവുള്ളൂ 80%. ബാക്കിയുള്ള സ്മോൾ പെർസെൻറ്റേജാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സൈഡിലോട്ട് മാറാനുള്ളത്, മോഡറേറ്റ് സിവിയറിലോട്ട് മാറാനുള്ള റിസ്ക് എൽഡർലി പോപ്പുലേഷനിൽ കുറച്ചും കൂടി കൂടുതലാണ്. ആർക്ക് വേണമെങ്കിലും പോകാം. അത് നമ്മൾ 40 ആണ് 35 ആണ് എന്നുകൊണ്ട് നമുക്ക് 0% റിസ്ക് ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആർക്ക് വേണമെങ്കിലും ഈ മോഡറേറ്റ് സിവിയർ സൈഡിലോട്ട് പോകാം. പക്ഷെ നമ്പേഴ്സ് വളരെ കുറവാണ്. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള റിസ്ക് കൂടുതലുള്ളത് ഈ തരത്തിലുള്ള മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളവർ, അതായത് സിവിയർ ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലംസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, സിവിയർ ആയിട്ടുള്ള ആസ്മ, ക്രോണിക് ലങ് പ്രോബ്ലംസ് ഉള്ളവർ, സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലങ് പ്രോബ്ലംസ് ഉള്ളവർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പാണ് ഹയർ റിസ്ക് ഉള്ളത്. പിന്നെ എൽഡർലി പോപ്പുലേഷൻ. എൽഡർലി എന്നുള്ള ഒരു ഡെഫിനറ്റ് ഏജ് കട്ട് ഓഫ് വെച്ചിട്ടില്ല. ഓരോ കൺട്രീസിലും ഒരു ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പാണ് ഫോളോ ചെയ്യുന്നത്. എബവ് 60, എബവ് 65, എബവ് 70, അങ്ങനെ പലരും പല ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണെങ്കിലും അത് ആ ഒരു ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് ഒരു ഇൻക്രീസ് ഉണ്ട് എന്തായാലും. ഇതാണ് ജനറലായിട്ട് അഡൽട്സിലുള്ള സിംറ്റംസ്. 3 ടൈപ്പ്, 3 ലെവൽ ഓഫ് സിംറ്റംസ്. കുട്ടികളിൽ എന്താണ് പീഡിയാട്രിക് പോപ്പുലേഷനിൽ സിംറ്റംസിനുള്ള എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും? ഞാൻ ഇപ്പം ഈ കോവിഡിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും എപ്പോഴും ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഫാക്ട്സ് അൺടിൽ യെസ്റ്റർഡേ വരെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. ഇൻഫർമേഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഞാനിതിന് മുമ്പ് കുറച്ച് മുമ്പ് ഒരു കോവിഡ് ഒരു ടോക്ക് കൊടുത്തു. അപ്പോൾ അതിൽ പറഞ്ഞതിനേക്കാൾ ഞാൻ ഇപ്പം പറയുന്നത് അല്പം കൂടെ മാറിയിട്ടാണ് പറയുന്നത്. കാരണം അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കുട്ടികളിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമേ ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഇത്. ഇപ്പോഴും മെജോറിറ്റി ഓഫ് കേസിൽ അത് വളരെ സത്യമാണ്. കുട്ടികളിൽ കമ്പയർഡ് ടു അഡൽട്സ് വളരെ വളരെ മൈൽഡർ സിംറ്റംസ് ആണ്. അവർക്ക് ഒരു 98%, 99% കുട്ടികളിലും മൈൽഡ് ജലദോഷം, ഒരു ചെറിയ ചുമ, ചെറിയ ലോ ഗ്രേഡ് ഫീവർ, അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത കുറച്ച് സിംറ്റംസ് മാത്രമായിട്ട് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 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 3 ആഴ്ചകളായിട്ട് US-ൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഈ നമ്പേഴ്സ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇത് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിനെ ഒരു മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കുട്ടികൾ വളരെ ഹൈ ഫീവർ, പിന്നെ ഒരു എന്താണ് പറയുക, ഹാർട്ടിൻ്റെ പമ്പിങ് എബിലിറ്റി കുറവുള്ളത്, ബ്ലഡ് പ്രഷർ ലോ ആവുക, അതായത് ഇൻറ്റൻസീവ് കെയർ ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരു കണ്ടീഷനുകൾ കണ്ടുവരുന്നുണ്ട്. ഒരു പുതുതായിട്ടുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട്. ഈ കൺട്രീസ് എന്നുള്ളവർ അത് പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. UAE-ലും അത് കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എഗെയിൻ കുട്ടികളിൽ സിംറ്റംസ് വളരെ മൈൽഡാണ്. കുട്ടികളിൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് അവർ ആണ് എപ്പോഴും കാരിയേഴ്സ് ആകുക യൂഷ്വലി. ഇപ്പം ഇൻ എ ഫാമിലി ഫ്രം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസിലോട്ട്, എൽഡർലിയിലോട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാരിലോട്ട് വരാനുള്ള റിസ്ക് വരാനുള്ള ഒരു 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 പോർട്ടാണ് കുട്ടികൾ യൂഷ്വലി. ആസ് പ്രോബ്ലം ഉണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു പുതിയ ട്രെൻഡ്. ഓക്കെ, ഇതുവരെ അങ്ങനെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി ഒരു 2-3 പോയിന്റ്സും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതുകഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റ് പല ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്വാബ് എടുത്തിട്ടാണ്. ഒരു സ്വാബ് ബാക്ക് ഓഫ് ദ നോസ്, വേറെ സ്വാബ് ബാക്ക് ഓഫ് ദ ത്രോട്ട്, രണ്ടും എടുത്തിട്ട് അതിൽ PCR ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ടെസ്റ്റിൻ്റെ പോസിറ്റിവിറ്റി വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യും. പക്ഷെ എന്നാലും ഒരു 80% വരെ ഉണ്ടാവുള്ളൂ. 20% ആൾക്കാരിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 days ആയിട്ടും സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാബ് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. വേറെ ടെസ്റ്റുകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. ഇതാണ് മെയിൻ ഫോം ഓഫ് ടെസ്റ്റിംഗ്. എന്താണ് ട്രീറ്റ്മെൻറ്റ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ സിംറ്റംസിൻ്റെ സിവിയറിറ്റിയാണ്. സിവിയറിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ ആ മൈൽഡ് സിംറ്റംസ് വരുന്ന ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. സപ്പോർട്ടീവ് കെയർ, അതായത് നമ്മൾ ഹൈഡ്രേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുക, ബോഡി ഡ്രൈ ആവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, റെസ്റ്റ് എടുക്കുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, ജെൻറ്റിൽ മൂവ്മെൻറ്റ്സ്, ആക്ടിവിറ്റീസ്, ഒരു വിത്തിൻ ദ റൂം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഐസൊലേറ്റ് ചെയ്യുമായിരിക്കുമല്ലോ. അതെവിടെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ കൺട്രി അനുസരിച്ചും നിങ്ങളുടെ ഹെൽത്ത് സിസ്റ്റം അനുസരിച്ചിട്ടും ഉള്ള ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടായിരിക്കും പോവുക. എല്ലാ പോസിറ്റീവ് കേസുകളെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ഒന്നെങ്കിൽ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്താൽ മതി. അതേസമയം ചില ഭാഗങ്ങളിൽ അവരെ സ്പെഷ്യൽ ഐസൊലേഷൻ സെൻറ്റേഴ്സിലോട്ട് മാറ്റി ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേഷനിൽ ഫീവറിന് വേണ്ടിയിട്ട് പാരസെറ്റമോൾ യൂസ് ചെയ്യാം. പാരസെറ്റമോൾ അല്ലാതെ ബാക്കിയുള്ള ഫീവർ മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ട്. അതായത് ബ്രൂഫൻ, വോൾട്ടാറൻ അങ്ങനത്തെ ഉള്ള പ്രോഡക്ട്സ് പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പാരസെറ്റമോൾ കൊണ്ട് തന്നെ ഫീവർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ബാക്കി ഹെൽത്തി ഡയറ്റ്, റെസ്റ്റ്, മൈൽഡ് ആക്ടിവിറ്റി. ഇതുകൊണ്ട് എങ്ങനെയാണ് അപ്പം ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെയാണ് അസുഖം മാറുന്നത് എന്ന് ചോദിക്കുക. കാരണം ആൾക്ക് പറയുന്നു എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, എന്നിട്ട് ഇത്രയും ആൾക്കാർ ക്യൂർ ആവുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ആൻറ്റിബോഡീസ് ഈ വൈറസിനെ കൺട്രോൾ ചെയ്യും. അപ്പം ഗ്രാജുവലി ആൻറ്റിബോഡീസ് ടൈറ്റർ കൂടുന്നതനുസരിച്ച് വൈറസ് നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. യൂഷ്വലി ഒരു വിത്തിൻ 10 days to 2 weeks കൊണ്ട് അവർ റിക്കവർ ചെയ്യുന്നു. ഐഡിയലി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 2 സ്വാബുകൾ 2 തവണ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായി വീണ്ടും നെഗറ്റീവായി കഴിഞ്ഞിട്ടാണ് മിക്ക കൺട്രികളും നെഗറ്റീവായിട്ട് പറയുന്നുള്ളൂ.
അങ്ങനെ 2 സ്വാബുകൾ നെഗറ്റീവ് ആയിരിക്കണം. അതേസമയം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ ഫുള്ളി ടെസ്റ്റ് ചെയ്ത് റിക്കവറി കൺഫേം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് ഇതാണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതുണ്ട്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് വെച്ച് സ്ട്രാറ്റജി ചെയ്യാവുന്നുണ്ട്. കംപ്ലീറ്റ്ലി എസിംറ്റമാറ്റിക് ആയിട്ട് 1 വീക്ക് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് എന്നുള്ള കൺസിഡർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഓൺ ആൻ ആവറേജ് 10 to 14 ഡേയ്സ്, അതായത് സിംറ്റം ഫ്രീ ആയി കഴിഞ്ഞാൽ അപ് ടു 1 വീക്ക് to 10 ഡേയ്സ് കൊണ്ട് ക്യൂർഡ് ആയി എന്ന് അസ്യൂം ചെയ്യാം. പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാ കേസുകളിലും എക്സെപ്ഷൻസ് ഉണ്ട്. ദോഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പർട്ടിക്കുലർ ഒരു മെഡിക്കൽ പേഴ്സണൽ റിമെയിൻ പോസിറ്റീവ് ഫോർ അറൗണ്ട് 5 വീക്സ്. 5 വീക്സ് വരെ സ്വാബ് ചെയ്യുന്നു, പോസിറ്റീവ് ആകുന്നു, വീണ്ടും പോസിറ്റീവ് ആകുന്നു. അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എക്സെപ്ഷൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് പറയണം, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് മെജോറിറ്റി ഗ്രൂപ്പിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ മോഡറേറ്റ് സിംറ്റംസ് വരുമ്പോഴാണ്. അതായത് ശ്വാസം മുട്ടൽ, ടൈറ്റ്നസ്, ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ. കാരണം ഈ കൊറോണ ബാധിക്കുന്ന ലങ്സ് ബാധിക്കുന്ന കണ്ടീഷൻസിൽ ഓക്സിജൻ ലെവൽസ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും കാണും റിലേറ്റീവ്ലി കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ന്യൂമോണിയ ബാധിച്ച ഒരാൾക്ക് ഓക്സിജൻ ലെവൽസ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അവർ ശരിക്കും അൺവെലായിരിക്കണം. നമുക്ക് ദൂരെ നിന്ന് അവർ നമ്മുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവർ ഇരിക്കുന്ന കാണുമ്പോഴോ നമുക്കറിയാം ആ ആളുടെ ഓക്സിജൻ ലെവൽ ലോ ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ കൊറോണ ബാധിച്ച ഒരാൾ അത്ര എളുപ്പത്തിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഓക്സിജൻ ലെവൽസ് മോണിറ്റർ ചെയ്യാം. അങ്ങനെയുള്ള കേസുകളാണ് വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യേണ്ടത്, ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. കാരണം അവിടുന്ന് സിവിയറിലോട്ട് പോകാനുള്ള വിൻഡോ ചില ആൾക്കാർക്ക് കുറവാണ്. യൂഷ്വലി ഈ സ്റ്റേജിലോട്ട് എത്തുന്നത് ആ ഇനീഷ്യൽ സിംറ്റംസ്, അതായത് ഫീവർ, കോൾഡ്, സോർ ത്രോട്ട്, ആ ടൈപ്പ് ഓഫ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തെടുത്തുന്ന ഒരു 5 to 7 ഡേയ്സ് എന്നുള്ള പീരീഡിലാണ് ഞങ്ങൾ കാണുന്ന മെജോറിറ്റി ഓഫ് കേസസും മൈൽഡ് ടു മോഡറേറ്റിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട്, അതേസമയം 5 to 7 ഡേയ്സ് ആകുമ്പോഴേക്കും സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പർട്ടിക്കുലർ പേഷ്യന്റ് മോഡറേറ്റ് സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മോഡറേറ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം. മോഡറേറ്റിൽ നിന്ന് സിവിയറിലോട്ട് പോകുന്നു എന്നുള്ള സ്റ്റേജിലാണ് വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരിലാണ് ICU ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ സപ്പോർട്ടീവ് കെയർ ആണ് കൊടുക്കുന്നത്. സപ്പോർട്ടീവ് കെയർ മാത്രമല്ല, ലങ്സ് ഓപ്പൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലോ ഓക്സിജൻ പറയുന്ന ഒരു ബ്രീത്തിങ് സപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ പല ലെവലുകളുണ്ട്. അതിൽ ഏറ്റവും കൂടിയ ലെവലിലാണ് വെന്റിലേറ്ററിലോട്ട് കൊടുത്തിട്ട് ബ്രീത്തിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ബ്രീത്തിങ് മാത്രമല്ല, ICUവിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് കൊറോണ ബാധിച്ചവർക്ക്. അതിൽ ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന ഒരു മേജർ കോംപ്ലിക്കേഷൻ ബ്ലഡ് ഈസി ആയിട്ട് ക്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പലരും ഈ ലങ് പ്രോബ്ലം കൊണ്ടല്ല, കൊറോണ കൊണ്ടല്ല പ്രോബ്ലം വരുന്നത്, അവരുടെ ലങ്സിൽ ബിഗ് ബ്ലഡ് വെസൽസ്, ലങ്സിലുള്ള ബ്ലഡ് വെസൽസിൽ ഒക്കെ വലിയ ക്ലോട്ടുകൾ ഫോം ചെയ്ത് പൾമണറി എംബോളിസം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് മോർട്ടാലിറ്റി സംഭവിക്കുന്നത്, മരണം സംഭവിക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ ലോ ആണ്. അപ്പം അതുകൊണ്ട് വാർഡിൽ നിന്നും ICUലോട്ട് മാറുന്ന സ്റ്റേജിൽ അത് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്. ഒരു കോക്ടെയിൽ ഓഫ് മെഡിസിൻസ് ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പം ട്രൈ ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഓഫ് കോക്ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി വൈറൽ മെഡിസിൻസ് ആണ്. അത് പല കൺട്രീസിലും ഡിഫറെൻ്റ് ആണ്. ചിലർ റെംഡെസിവിർ എന്നുള്ളൊരു മെഡിക്കേഷൻ ട്രൈ ചെയ്യുന്നവരുണ്ട്, ചിലർ വേറെ ഗ്രൂപ്പിലുള്ള വേറെ മെഡിസിൻസ് ട്രൈ ചെയ്യുന്ന ടീംസ് ഉണ്ട്. അത് പ്ലസ് ചില കൺട്രികളിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അതിനെക്കുറിച്ച് ഇപ്പോഴും കോൺട്രവേഴ്സി കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ അതും ആ കോക്ടെയിൽ ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇറസ്പെക്റ്റീവ് ഓഫ് ഈ മെഡിക്കേഷൻസ് ഇറസ്പെക്റ്റീവ് ആയിട്ട് ഒരുവിധം എല്ലാ ഇൻറ്റൻസീവ് കെയറുകളും ത്രൂ ഔട്ട് വേൾഡ് ഇപ്പോൾ ഈ ബ്ലഡ് കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അത് ആ ആന്റി കൊയാഗുലൻസ് ഇഞ്ചക്ഷൻ ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് ഏർലി ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊന്നും എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഇതൊന്നും ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് ആണോ, ഇതിനെക്കുറിച്ചൊന്നും ജൂറി സ്റ്റിൽ ഔട്ട്. ഒന്നും സിഗ്നിഫിക്കൻ്റ്ലി ഇഫക്റ്റീവ് അല്ല, കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും കൺക്ലൂഷൻ. എന്താണ് അത് നമ്മൾ ഇനിയും ഫർദർ സ്റ്റഡീസ് വെയിറ്റ് ചെയ്യണം. അതാണ് ട്രീറ്റ്മെന്റിനെ കുറിച്ചൊരു ഇൻ ഷോർട്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അതിലോട്ട് വരാം. ഞാൻ ഏതായാലും ഇതുവരെ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി
ബാക്കിയുള്ള 2 പോയിന്റ്സ് കൂടി ഞാൻ കവർ ചെയ്തിട്ട് അതിലോട്ട് ഞാൻ വരാം. വാക്സിൻസ് അറിയാം, അതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു വൺ ഓഫ് ദ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കും ഇത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു മോഡേൺ mRNA വാക്സിൻസ് ഉണ്ട്, ചൈനീസ് ഒരു വാക്സിൻ ഉണ്ട്, ഓക്സ്ഫോർഡിൽ ആസ്ട്രാസെനിക്ക ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാക്സിൻ ഉണ്ട്. അതായിരിക്കും ഏറ്റവും ഏർലി ആയിട്ട് വരിക, ഈവൻ ബൈ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറച്ച് കുറവാണെന്നുള്ളത് വന്നിട്ടുണ്ട്. ഈ UK വാക്സിൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്ന വാക്സിന് ഓൾമോസ്റ്റ് 50% ഇഫക്റ്റീവ്നെസ് ആണ് ആ വാക്സിൻ ഇപ്പം കാണുന്നത്. എന്തായാലും ഫർദർ സ്റ്റഡീസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ICMR ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇപ്പം നമ്മൾ ഇപ്പം കേരളത്തിലും ബാക്കി മിഡിൽ ഈസ്റ്റിലാണെങ്കിലും നമ്പേഴ്സ് കൂടുന്നുണ്ട്. കേരളമാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതുവരെ മാനേജ് ചെയ്തത്. അപ്പം കേരളത്തിലുള്ള നിങ്ങളെല്ലാവരും കമ്പാരിറ്റീവ്ലി എനിവർ ഇൻ ദ വേൾഡ് യു ആർ ഇൻ എ സേഫർ പ്ലേസ്. പക്ഷെ സ്റ്റിൽ നമ്പേഴ്സ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺസേൺ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ കണ്ടതിൽ വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് സംതിങ് യു ആർ ഗോയിങ് ടു ലിവ് വിത്ത്. ഒരു കുറച്ച് നാളത്തേക്ക് എന്നുള്ള നാളെ എത്ര ലോങ് പീരീഡ് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നമ്മളൊരു ഫോൾസ് ഹോപ്സ് മാറ്റി വയ്ക്കുക. അതായത് നമ്മളൊരു ജസ്റ്റ് കുറച്ച് നാളുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യുക, അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക, ഫ്രീ ആയിട്ട് പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ആ ഹോപ്പ് എന്നുള്ള ചാൻസുകൾ എക്സ്ട്രീംലി ലോ ആണ്. നമ്മൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ദിസ് ഇസ് സംതിങ് യു ആർ ഗോയിങ് ടു ലിവ് വിത്ത്. ഒരു വാക്സിൻ വന്നാൽ പോലും ഇതുണ്ടാവും. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റാനുള്ള ചാൻസുകൾ കുറവാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, ഹാൻഡ് വാഷിങ്, സാനിറ്റൈസേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. എല്ലാവരും 100% മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫെക്റ്റീവ് ആ ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ലെവല്, എമൗണ്ട് ഓഫ് സ്പ്രെഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയും. അതുകൊണ്ടാണ് സിംറ്റമാറ്റിക് ആണോ എസിംറ്റമാറ്റിക് ആണോ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കുറയും. പക്ഷേ അതേസമയം മാസ്ക് യൂസ് ചെയ്യുമ്പം ഇൻകറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള യൂസ്, അവനവനുള്ള പ്രൊട്ടക്ഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയും. അപ്പോഴും നിങ്ങൾ ഇൻകറക്റ്റായിട്ട് യൂസ് ചെയ്താലും ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും, കാരണം നിങ്ങളിൽ നിന്നും സ്പ്രെഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കണമെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യണം. മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ള പോയിന്റ്സ്: മാസ്ക് ഇടുന്നതിന് മുമ്പ് ജെല്ലോ വാഷ് ചെയ്തിട്ട് മാസ്ക് ഇടുക. അതിൻ്റെ 2 ഇതുണ്ടല്ലോ, എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ ആ സൈഡ് ഇതിൽ മാത്രം ഹോൾഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മുകളിലുള്ള ഇവിടെ മാത്രമായിട്ട് പിഞ്ച് ചെയ്യുക, മെറ്റൽ പീസ് പിഞ്ച് ചെയ്യുക. അവിടുത്തെ സീല് ബെറ്റർ ആവുന്നുള്ളത്. റിമൂവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ മാത്രം ടച്ച് ചെയ്യുക, ഫ്രണ്ട് ബിറ്റിൽ ഒരിക്കലും ടച്ച് ചെയ്യാതിരിക്കുക. അതാണ് കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ പുറത്തുനിന്ന് വന്ന് തിരിച്ചു വന്നിട്ട് ഇതുപോലെ കെയർഫുള്ളായി റിമൂവ് ചെയ്ത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ പോയി, വീണ്ടും അതേ സർഫസിലോട്ട് കണ്ടാമിനേറ്റ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്പോസ് ചെയ്യുമോ, നിങ്ങൾ ക്ലോത്ത് മാസ്ക് ആണെങ്കിൽ, നിങ്ങൾ വാഷ് ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ, എല്ലാത്തിനും ഒരു സിസ്റ്റം റെഗുലറായിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ചെയിൻ മനസ്സിൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇത് ഡയറക്റ്റ്ലി ബിന്നിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ക്ലോത്ത് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്. ആ കംപ്ലീറ്റ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഒരിക്കലും 100% പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും ഓരോ ഹാബിറ്റും കൊണ്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ മാസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഒരു ഫോർമാലിറ്റിക്കുള്ള ഹാൻഡ് വാഷ് ആവരുത്, 20 സെക്കൻഡ്സ് തന്നെ വെച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. അത് കൈയുടെ എല്ലാ പാർട്ടിലും എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ഒരു WHO ഹാൻഡ് വാഷിങ് ഇതുണ്ട്, അതനുസരിച്ചിട്ട് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയി. ഞാനിപ്പോൾ ഇവിടെ നോക്കട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലോട്ടൊന്ന് നോക്കട്ടെ കഴിഞ്ഞിട്ട്.